ദിവസങ്ങൾ കടന്നുപോയി. നിവി ദേവിയമ്മയോട് നന്നായി സംസാരിക്കും. പക്ഷെ ധ്രുവിൻ്റെ അടുത്ത് മാത്രം മിണ്ടാപ്പൂച്ച. ചെറുക്കനെ കാണുമ്പോൾ ഇപ്പോഴും പതർച്ചയാണ്. രാവിലെ മുടങ്ങാതെ ജോഗിങ്ങിന് പോകും. ആമിയും നിവിയും തമ്മിൽ ഇപ്പോൾ നല്ലൊരു ബോണ്ടിങ് ഉണ്ട്. പിന്നെ അർജുനും നിവിയും നല്ല കൂട്ടാണ്. മാളു ഇപ്പോഴും നിവിയോട് മിണ്ടില്ല, നിറഞ്ഞ പുച്ഛം. ധ്രുവ് ഇപ്പോഴും അലർച്ചയാണ്. അങ്ങനെ ദക്ഷിയും പ്രിയും മഹാദേവനും ഇന്ന് വരും. അത് പ്രമാണിച്ച് ധ്രുവ് ലീവാണ്. ജോഗിങ് എല്ലാം പോയി നിവി ഫ്രഷായി താഴേക്ക് വന്നു. അടുക്കളയിൽ ശബ്ദം കേട്ട് നിവി അങ്ങോട്ടേക്ക് ചെന്നു. ധ്രുവ് ചിക്കൻ കഴുകുന്നു. ദേവിയമ്മ സവാള അരിയുന്നു. നിവി ധ്രുവിനെ മിഴിച്ചു നോക്കി. മോള് വന്നു, കോഫി ഫ്ലാസ്കിലിരിപ്പുണ്ട് കേട്ടോ. നിവി ധ്രുവിനെ തന്നെ നോക്കുമായിരുന്നു. ഡിം കുടിക്കാൻ പോകുക, കോഫി കുടിക്കാൻ പോകുക. അവൾ വേഗം പോയി കോഫി എടുത്ത് കുടിച്ചു. ആള് ചിക്കനിൽ അരപ്പൊക്കെ തേച്ച് പിടിപ്പിച്ച് കൈ കഴുകി ഹാളിൽ പോയി. എല്ലാവരും വീട്ടിലുണ്ടെങ്കിൽ ധ്രുവക്കിന് സ്പെഷ്യൽ എല്ലാം വെക്കും കേട്ടോ. നല്ല കൈപ്പുണ്യാണ് മോന്. ആള് കുക്ക് ചെയ്യുമല്ലേ? നല്ല കുക്കാ. പക്ഷെ മോന് തോന്നണം, എന്നാലും അടുക്കളയിൽ കയറൂ. പക്ഷെ മറ്റാണുങ്ങളെ കണക്കല്ല, അടുക്കള വൃത്തിയാക്കി ഇറങ്ങൂ. നിവി ഒന്ന് പുഞ്ചിരിച്ചു. കോഫി കുടിച്ച് കപ്പ് കഴുകി വെച്ചു. എന്നിട്ട് അവൾ റെഡിമെയ്ഡ് ചപ്പാത്തി ചുട്ടു. കുറച്ച് കഴിഞ്ഞു ധ്രുവ് വന്ന് ചിക്കൻ കറി വെച്ച് തുടങ്ങി. ദേവിയമ്മ അവർക്ക് കുറച്ച് പ്രൈവസി ആയിക്കോട്ടെ എന്ന് കരുതി വയലടിക്കാനെന്നും പറഞ്ഞ് എസ്കേപ്പായി. നിവി ധ്രുവ് ചെന്ന് നോക്കി നിന്നു. കൂടെ കയ്യിൽ മുന്തിരിയുണ്ട്. ആളെ തിന്നാൻ നിൽക്കാണ്. നിവേദ്യ അതിങ്ങത്താ. എന്താ? നിവി ആകെ അന്താളിച്ചു. അവൾക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അതിങ്ങ് തരാൻ. നിവി അവിടെ ഇരുന്ന മുന്തിരിപ്പാത്രം അവനെയും ദയനീയമായി നോക്കി. അവൻ്റെ കയ്യിൽ മുളക് പൊടിയൊക്കെ പറ്റിയിരിപ്പുണ്ട്. പിന്നെ എങ്ങനെ കഴിക്കുമെന്ന് അവൾ ചിന്തിച്ചു. നിവേദ്യ അത് പിന്നെ ഞാനെങ്ങനെ? ഡിം. നിവി പിന്നെ വേറൊന്നും ആലോചിച്ചില്ല. വേഗം കയ്യിലിരുന്ന് 2-3 മുന്തിരി അവൻ്റെ വായിൽ കൊണ്ടുവച്ചു. ധ്രുവാക അന്താളിച്ചു പോയി. പിന്നെ അത് ചിരിയായി. അവനൊന്നും സംസാരിക്കാനും പറ്റുന്നില്ല. അവൻ മുന്തിരി ചവച്ചിറക്കി. പക്ഷെ അപ്പോഴും ചിരിക്കുന്നുണ്ടായിരുന്നു. ചിരിക്കുമ്പോൾ അവൻ്റെ കാപ്പിക്കണ്ണുകൾ വീണ്ടും തിളങ്ങി. അവൻ്റെ ചുണ്ടുകൾ വിടർന്നു. താടിയുടെ മറവിലൊരു നുണക്കുഴിയും. ഒരു കുഞ്ഞ് നിഷ്കളങ്കമായി ചിരിക്കുന്ന പോലെ. നിവി കാര്യം മനസ്സിലാകാതെ അവനെ പരിഭ്രമത്തോടെ നോക്കി. പക്ഷെ അവൻ്റെ ചിരിക്കുന്ന മുഖം അവളുടെ കണ്ണിൽ തറഞ്ഞു നിൽക്കുന്നു. അവൾ ഇമ്മ ചിമ്മാതെ തന്നെ നോക്കി നിന്നു. നിവേദ് ദാ ആയിരിക്കും ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റാണ്, അത് എടുത്തു തരാനാ പറഞ്ഞത്. നിവേദ്യയാകെ വിളറിയ ഒരു ചിരി ചിരിച്ചു. എന്നിട്ട് വേഗം അതെടുത്തു കൊടുത്തു. മുന്തിരുന്ന പാത്രത്തിൻ്റെ തൊട്ടടുത്താണ് പേസ്റ്റ് ഇരിക്കുന്നത്. ധ്രുവ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. എന്തായാലും തന്നല്ലേ, അപ്പോൾ ഒരു മുന്തിരി കൂടി തന്നേക്കും. നിവി അവനെ മിഴിച്ചു നോക്കി. അവൻ കൊച്ചു കുഞ്ഞിനെ പോലെ വാ തുറന്നു നിന്നു. അവളൊന്ന് മടിച്ചു. ഒരു മുന്തിരി എടുത്ത് അവൻ്റെ വായിലേക്ക് വെച്ചു. അവനൊരു കള്ളച്ചിരിയോടെ കഴിച്ചു. അവളിലും ആ ചിരി പടർന്നു. അവളുടെ മുഖമാകെ ചുവന്ന് തുടുത്തു. അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് രണ്ടാളും ഹാളിലേക്ക് വന്നു. അപ്പോഴാണ് മുറ്റത്ത് കാർ വന്നത്. നിവിയും ദേവിയമ്മയും അങ്ങോട്ടേക്ക് വന്നു. പ്രിയയും മഹാദേവനും ദക്ഷയും കാറിൽ നിന്നും ഇറങ്ങി. അപ്പോഴേക്കും അവർ വരുന്നത് കണ്ട് മാളും അങ്ങോട്ട് വന്നു. എന്താ താമസിച്ചേ? കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു മോളെ. അവർ നിവിയാരുമേ തലോടി നെറ്റിയിൽ ഉമ്മ വെച്ചു. ധ്രുവ് പോയോ മോളെ? ഇല്ല പോയില്ല. ആളാരോട് ഫോണിൽ സംസാരിക്കുക. ഞാനിവിടെ വന്നതാരും കണ്ടില്ലേ? അയ്യോ സോറി മാളു, നമ്മൾ നിവിയെ മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. അവൾക്ക് നല്ല ദേഷ്യം വന്നു. ദക്ഷിണ ഇവിടെ അടുത്തേക്ക് തിരിഞ്ഞു. നിവിയാണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഡി ചേട്ടൻ്റെ അനിയത്തി അലറിയില്ലെങ്കിൽ അതിശയുള്ളൂ. നിവി അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. നീ എന്തെന്നെ കണ്ടില്ലേ? ഞാൻ നിന്നെ കാണാൻ കുതിച്ച് ഓടി വന്നതാ. ദേഷ്യത്തോടെ പറയുന്നുണ്ടെങ്കിലും അവളുടെ കണ്ണൊന്ന് നിറഞ്ഞു. ഞാൻ എന്തിനെ കാണുന്നേ? നീ പോയി നിന്റെ ചേട്ടൻ്റെ ഡിവോഴ്സായി ഭാര്യയെക്കാണ്. അവൾ മുഖം വീർപ്പിച്ച് പറഞ്ഞു. എല്ലാവരും ആകെ അന്താളിച്ചു. ദക്ഷ്യാകെ ഒന്ന് വിളറി. അവൾക്ക് മനസ്സിലായി കള്ളം പിടിക്കപ്പെട്ടെന്ന്. അത് പിന്നെ ഐ എം സോറി നിവിക്കുട്ട, ഐ എം റിയലി സോറി. നീനോട് മിണ്ടണ്ട. എന്താ പ്രശ്നം? അച്ഛേ ഇവ കള്ളം പറഞ്ഞു. ചേട്ടന് 2ാം കെട്ടാണ്. ആദ്യ ഭാര്യ ഡിവോഴ്സായി. പിന്നെ അവൾക്ക് ബ്ലഡ് ക്യാൻസർ എന്നൊക്കെ. കല്യാണത്തിന് സമ്മതിക്കണം, അവളുടെ അവസാന ആഗ്രഹം എന്നൊക്കെ. അവൾ വിഷമത്തോടെയാണ് പറഞ്ഞത്. എല്ലാവരും ദക്ഷിയെ തുറിച്ച് നോക്കി. ദക്ഷി ഒന്ന് ഇളിച്ച് കാണിച്ചു. കല്യാണത്തിന് സമ്മതിക്കാൻ വേറെ വഴിയൊന്നും കണ്ടില്ല. അതാ. നിവി ദക്ഷി ഒന്ന് നോക്കി. സോറി നിന്റെ എന്ന് പറഞ്ഞ് നിവി അവളുടെ അടുത്തേക്ക് കൈയോങ്ങി വന്നതും നിവി കലിപ്പിലാണെന്ന് മനസ്സിലാക്കിയ ദക്ഷി അകത്തേക്ക് ഓടി. നിവി വിട്ടില്ല. അവളുടെ പുറകെ ഓടി.
നിവി അടിക്കില്ലേ പ്ലീസ് നിവി, ഐ എം സോറി. ഇല്ലടി നിന്നെ അടിക്കില്ല, ഞാൻ കൊല്ലും. അവളും പുറകെ പറഞ്ഞുകൊണ്ടോടി. ധ്രുവ് അങ്ങോട്ടേക്ക് വരികയായിരുന്നു. ദക്ഷി വേഗം ധ്രുവിൻ്റെ പുറകെ പോയി. നിവി കളിക്കല്ലേ ഏട്ടാ, പറയേട്ടാ ഇവളോട് ഓടിക്കില്ലെന്ന്. നിവി ഒന്ന് സ്റ്റെക്കായി നിന്നു. ധ്രുവ് നിവിയെ നോക്കി എന്താണ് പുരികം പൊക്കി ചോദിച്ചു. നിവി പുറകിൽ നിൽക്കുന്ന ദക്ഷിയെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിക്കുന്നുണ്ട്. മുഖം കൊണ്ട് ഓരോന്ന് പറയുകയാണ് നിവി. ചുണ്ടയ്ക്ക് കൂർത്തേക്ക് വരുന്നുണ്ട്. പുരികവും അതിനൊപ്പം അനങ്ങുന്നുണ്ട്. അവളുടെ ഓരോ ഭാവങ്ങളും കണ്ട് ധ്രുവ് കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കുകയാണ്. ചിരി പൊട്ടി വരുന്നുണ്ടെങ്കിലും ചെറുക്ക് മാക്സിമം കടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കണ്ട് മാളുവിന് നല്ല ദേഷ്യം വന്നു. ധ്രുവ് അവളെ നോക്കി നിൽക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ദക്ഷി ധ്രുവിനെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. ധ്രുവിൻ്റെ പുറകിൽ നിന്ന് ദക്ഷി വരില്ലെന്ന് മനസ്സിലായതും നിവി മുഖം വെറുപ്പിച്ച് തിരിഞ്ഞ് നടന്നു. നിവിയുടെ ആ ചവിട്ടിക്കുലിക്കുള്ള പോക്ക് കണ്ട് എല്ലാവരും ചിരിച്ചു പോയി. എന്തിനാ ദക്ഷി കുഞ്ഞ് ആ കുട്ടിയെ പറ്റിച്ച്? ദക്ഷി നിവി പോകുന്നെന്ന് നോക്കി തന്നെ നിറഞ്ഞ പുഞ്ചിരിയോടെ പറഞ്ഞു. അവളെ രക്ഷപ്പെടുത്താൻ വേറെ വഴിയുണ്ടായിരുന്നില്ല. മാത്രമല്ല അവൾ എനിക്കൊപ്പം വേണമെന്ന് തോന്നി. അതിനൊരു ബന്ധം ആവശ്യമായിരുന്നു. ദക്ഷി ധ്രുവിൻ്റെ നേരെ തിരിഞ്ഞു. ധ്രുവേട്ട, ഞാൻ എൻ്റെ സൗഹൃദതയ്ക്ക് വേണ്ടി ഏട്ടൻ്റെ ജീവിതം നശിപ്പിച്ചെന്ന് തോന്നുന്നുണ്ടോ? അവളുടെ ശബ്ദമിടറിയിരുന്നു. ധ്രുവ് ദക്ഷിയുടെ തലയിൽ അരുമയായി തലോടി. എന്നിട്ട് നിറഞ്ഞ വാത്സല്യത്തോടെ അവൻ പറഞ്ഞു, എൻ്റെ അനിയത്തി ആദ്യമായി ആവശ്യപ്പെട്ട ഒരു കാര്യമല്ലേ, പിന്നെ അവളെൻ്റെ നല്ല പാതിയാകും. കുറച്ചുകൂടി സമയം കൊടുക്കാം, അവൾ കുറച്ചുകൂടി നോക്കിയാകും. ദക്ഷി അവനെ കെട്ടിപ്പിടിച്ചു. താങ്ക്സ് ഏട്ടാ. ധ്രുവ് അവളുടെ നെറ്റിയിൽ വാത്സല്യത്തോടെ ഒന്ന് മുത്തി. അപ്പോഴേക്കും മുഖം വീർപ്പിച്ചു പോയ ആള് ജ്യൂസുമായി വന്നു. മുഖം ഇപ്പോഴും കടന്നൽ കുത്തിയതുപോലെയുണ്ട്. അയ്യോ കുഞ്ഞ്, ഞാൻ വിട്ടുപോയി. ഞാൻ എടുത്തു കൊടുക്കായിരുന്നില്ല മോളെ. അതൊന്നും സാരില്ല, ഞാൻ കൊടുക്കാം. നിവി എല്ലാവർക്കും വെള്ളം കൊടുത്തു. ദക്ഷിയുടെ മേൽ അവൾ വെള്ളം നീട്ടി. പക്ഷേ മുഖം കൂർപ്പിച്ച ആൾ കുനിഞ്ഞു നിൽക്കുവാണ്. ഐ എം സോറിടാ, ഞാൻ സോറി ചോദിച്ചില്ല നിവി. നിവി അവളുടെ കണ്ണിൽ ഉറ്റു നോക്കി. ദക്ഷിയുടെ തലയറിയാതെ കുനിഞ്ഞു പോയി. എല്ലാവരും വേദനയോട് നോക്കി നിന്നു. ദക്ഷി, നിന്നോട് എനിക്ക് ദേഷ്യമല്ല, പക്ഷെ നീ എനിക്ക് വേണ്ടി ചെയ്തത് സൗഹൃദതയാണ് ദക്ഷി. എല്ലാവരും ആദ്യമായി കാണുകയായിരുന്നു നിവി ഇങ്ങനെ സംസാരിക്കുന്നത്. അവർ അവളെ വീഴ്ച നോക്കി നിന്നു. ദക്ഷിക്ക് എന്തോ അവളുടെ മുഖത്ത് നോക്കാൻ കഴിഞ്ഞില്ല. നിവി പക്ഷെ തുടർന്നു. ദക്ഷി, നീ എനിക്ക് വേണ്ടി തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. കാരണം നീ എന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ആ സ്നേഹം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന തെറ്റല്ലേ? നിന്റെ വിഷമം സഹിക്കാൻ വയ്യാതെയാകും നിന്റെ ഏട്ടനെ കെട്ടിയത്. അച്ഛനമ്മയ്ക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, ആണില്ല മോനെ കൊണ്ട് നല്ലൊരു പെണ്ണിനെ കെട്ടിക്കണമെന്ന്. അത് പോട്ടെ, നിന്റെ ഏട്ടനെ മനസ്സിലുണ്ടാകില്ലേ ഒരു സങ്കല്പം. പക്ഷെ നിന്നോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ അത് ഉപേക്ഷിക്കേണ്ടി വന്നതാണെങ്കിലും. അവളുടെ ശബ്ദമിടറിയിരുന്നു. പക്ഷെ അവൾ പറയുന്നതിൽ സത്യമുള്ളത് കൊണ്ട് ആരൊന്നും മിണ്ടിയില്ല. സോറി നിവി. സോറി ഒന്നും വേണ്ട ദക്ഷി. പിന്നെ എൻ്റെ സ്ഥാനത്ത് നിവിയേറെ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയാ നീ കരഞ്ഞതെങ്കിൽ എന്നെ ചേർത്ത് പോലെ തന്നെ ഇവർ ആ കുട്ടിയും ചേർത്ത് പിടിക്കും. കാരണം എൻ്റെ സ്ഥാനത്തുള്ള പെൺകുട്ടിക്ക് എനിക്കുള്ള പ്രാധാന്യം, മറിച്ച് നിന്നോടുള്ള സ്നേഹത്തിനാണ് ഇവർ വില കൊടുക്കുന്നത്. അതൊരിക്കലും ഒന്നിനു വേണ്ടി മുതലെടുക്കരുത്. എനിക്ക് വാക്കുതാ. നിവി അവളുടെ നേർക്ക് കൈമലർത്തി കാണിച്ചു. ദക്ഷിക്ക് അവൾ പറയുന്നത് സത്യമാണെന്ന് തോന്നി. ദക്ഷി അവളുടെ കയ്യിൽ കൈവച്ചു. വാക്ക്, ഇനി എൻ്റെ ഇഷ്ടം ആരെയും അടിച്ചേൽപ്പിക്കില്ല. നിവി മനോഹരമായി അവളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു. എല്ലാവരും അതിശയത്തോടെ നോക്കി നിന്നു. ഇത്ര സൗമ്യമായാണ് പക്വതയോടുകൂടിയാണ് ദക്ഷിക്ക് ഓരോന്ന് പറഞ്ഞു കൊടുത്തതെന്ന്. ദക്ഷി അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. നിവി അവളെ തിരിച്ചു. മതി ദക്ഷി, എനിക്കെന്നോട് സംസാരിക്കാനുണ്ട്. നീ ഫ്രഷായി വന്നേ. ദക്ഷി റൂമിലേക്ക് പോയി. നിവി അടുക്കളയിലേക്കും. നിവി പോകുന്ന നോക്കി ധ്രുവിരുന്നു. അവൾ പറഞ്ഞ വാക്കുകൾ എവിടേക്കോ കൊണ്ടതുപോലെ, എന്തോ തിരിച്ചൊന്നും പറയാൻ സാധിക്കാത്തതുപോലെ. പ്രിയ ഫ്രഷായി വന്ന് നിവി അടുക്കളയിൽ നിന്ന് ഓടിച്ചു. ദക്ഷി ഫ്രഷായി ഇറങ്ങിയപ്പോഴേക്കും നിവി അവളെ പ്രതീക്ഷ നിൽക്കുന്നതാണ് കണ്ടത്. എന്താണ് മോൾക്ക് പറയാനുള്ളത്? അവൾ ടവൽ കൊണ്ട് തല തോർത്തിക്കൊണ്ട് തന്നെ ചോദിച്ചു. നിവി വേഗം വന്ന് കട്ടിലേക്ക് ദക്ഷിയെ തള്ളിയിട്ടു. ദക്ഷി പ്രതീക്ഷിക്കാതായതുകൊണ്ട് ദക്ഷി മലർന്ന് കട്ടിൽ കിടന്നു. ഒറ്റക്കുതിപ്പിൽ നിവി അവളുടെ അടുത്ത് പോയിരുന്നു. നിവി അവളെ തുറിച്ചു നോക്കുന്നുണ്ട്. ദക്ഷി ഒന്നും മനസ്സിലാകാതെ അവളോട് ചോദിച്ചു, എന്താടി, എന്തു പറ്റി? മിണ്ടരുത് നീ. ഇനി എന്ത് പറ്റൻ? നിന്റെ ചേട്ടുണ്ടല്ലോ ആ കടുവ എന്നെ പഠിക്കാൻ പോകാൻ പറഞ്ഞിരിക്കുക. അതിനിപ്പോൾ എന്താടി? കോപ്പ് ഡോക്ടർ അങ്ങോട്ട് പുറപ്പെടാ. അതിനെന്താ? ഇത് പെണ്ണെ മിണ്ടരുത്. ബ്ലഡ് കണ്ടു നിന്ന തലകർന്ന ഞാനാണ്. അപ്പോഴാ ഡോക്ടർ.
അത് നീ ഏട്ടനോട് പറയാത്ത എന്താ? ഓ പിന്നെ പറയാനായിട്ട് ചെന്നാ മതി. കടുവയെ കാണുമ്പോൾ മനുഷ്യന് പേടിയാ. ദക്ഷ അവളുടെ മുഖത്തിലെ ഭാവം കണ്ട് ചിരിച്ചു പോയി. ദേ മര്യാദയ്ക്ക് നീ ഏട്ടനോട് പറഞ്ഞു എനിക്ക് ഡോക്ടർ ആകണ്ട, എനിക്ക് LLB ആണ് ഇഷ്ടം. പിന്നെ അങ്ങനെ പേടിച്ചിട്ടൊന്നുമല്ല ഞാൻ ഒന്നും പറയാത്തത്. എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. പിന്നെ പേടിയല്ലാതെ എന്താ? പേടിയില്ലെങ്കിൽ നിനക്ക് പോയി പറഞ്ഞപ്പോ ഒരു ശവമേ. പേടിയില്ലടി. നിന്റെ ഏട്ടനെ കാണുമ്പോൾ ദേഹാകെ വിറയ്ക്കുന്ന പോലെയാ. ശബ്ദം പുറത്ത് വരാത്ത പോലെ. ഒന്നും പറയാൻ സാധിക്കില്ല. ശബ്ദം തൊണ്ടയിൽ കൂടെ കിടക്കുന്ന പോലെയാ ദക്ഷി. എനിക്കറിയില്ല ദക്ഷ അതെന്താന്ന്. അവളുടെ കണ്ണുകൾ അപ്പോഴും നിറയുന്നുണ്ടായിരുന്നു. അവളുടെ ശബ്ദം അപ്പോൾ വളരെ ആർദ്രമായിരുന്നു. നിനക്ക് എന്നോട് ദേഷ്യമാണോ? എന്തിന്? എനിക്കറിയില്ല ദക്ഷി. ഇപ്പൊ വിഷമം വന്നാലും സന്തോഷം വന്നാലും എന്ത് വന്നാലും ആദ്യം മനസ്സിൽ വരുന്ന ആ രൂപമാ. നിനക്കറിയോ, നിന്റെ ഏട്ടനെ അടുത്ത് വരുമ്പോൾ എൻ്റെ നെഞ്ചുണ്ടല്ലോ പടപട ഇടിക്കും. ഞാൻ മരിച്ചു പോകാൻ പോകുന്ന പോലെ. അവളുടെ കണ്ണുകൾ അപ്പോൾ വിടർന്നു വന്നു. അവളുടെ ഭാവം ദക്ഷി നോക്കിക്കിടന്നു. ഇറ്റ്സ് ലവ്. നിവി അവളെ തുറിച്ചു നോക്കി. നിനക്ക് എൻ്റെ ഏട്ടനോട് പ്രണയാണ്? അല്ല ദക്ഷി, ഇതാണോ പ്രണയം? ഇതല്ല പ്രണയം. ഇതെങ്ങനെ പ്രണയാകുന്നത്? നിവിയാകെ കൺഫ്യൂഷനായി. പക്ഷെ ഇതെല്ലാം കേട്ട് റൂമിന്റെ വാതിൽ കൈകെട്ടി നിൽക്കുന്ന ധ്രുവിനെ ദക്ഷി നേരത്തെ കണ്ടിരുന്നു. ധ്രുവ് വന്നപ്പോൾ തന്നെ കാണുന്നത് നിവി ദക്ഷിയുടെ പുറത്ത് കയറിയിരിക്കുന്നതാണ്. അവളുടെ ആ പെരുമാറ്റം കണ്ട് മിഴിച്ചു നിന്ന് പോയതാണ് ധ്രുവ്. പക്ഷെ അവളിൽ നിന്ന് വന്ന വാക്കുകൾ കേട്ട് അവൻ അനങ്ങാൻ വയ്യാതെ അവിടെ തന്നെ നിന്നു പോയി. നിവി വളരെ മൃദുവായാണ് ഓരോന്ന് പറയുന്നതെങ്കിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പക്ഷെ വിഷമത്താലല്ലെന്ന് നന്നായി അറിയാൻ സാധിക്കുന്നു. ഡി ധ്രുവിന്റെ അലർച്ച കേട്ടതും നിവിയും ദക്ഷിയും ഒരുപോലെ നെട്ടി. നിവി വേഗം ദക്ഷിയുടെ പുറത്തുനിന്ന് ചാടി എഴുന്നേറ്റു. ഇവിടെ എന്താ? ദക്ഷി പെട്ടെന്നുള്ള നെട്ടിയിൽ പറഞ്ഞു. പ്രണയം. നിവിയാകെ ഞെട്ടി. ധ്രുവ് നെറ്റി ചുളിച്ച് ചോദിച്ചു. വാട്ട്? അത് പിന്നെ പ്രണയം? ആ പ്രണയ മൂവി കണ്ട കാര്യം പറഞ്ഞ് അവൾ വിക്കി എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. അതിന് ദേഹത്ത് കയറിയെന്നാണോ പറയുന്നത്? ഈ വീട്ടിനെന്താ ഇങ്ങനെ? നമ്മൾക്ക് സംസാരിച്ചുകൂടെ? നീ വന്നപ്പോൾ ഇവിടെ നാം കൊണ്ടാണ് വന്നത്. അതെന്താ? അല്ല, ഇത്രയും നാൾ ഇത്രയും വലിയ ശബ്ദം ഇവിടെ ഉള്ളിൽ നിന്ന് വന്നിട്ടില്ല. നിവി മുഖം കൂർപ്പിച്ചു. അവിടെ നിന്നും പുറത്തിറങ്ങി. കഷ്ടമുണ്ട് ഏട്ടാ, നിനക്കതൊക്കെ പറയാം. ഈ വീട്ടിലുള്ള എല്ലാവരോടും മിണ്ടാൻ നീണ്ട നാക്കാണ്. പക്ഷേ എന്നെ കാണുമ്പോൾ ഞാൻ വായിൽ കോലിളക്കി നോക്കണം നാവുണ്ടോ എന്ന്. ദക്ഷി അവൻ്റെ പരുവം നിറഞ്ഞ സംസാരം കേട്ട് ചിരിച്ചു പോയി. നിവി റൂമിലേക്ക് പോയി. മാളു കട്ടിൽ കിടക്കുകയാണ്. നിവിക്കത് തീരെ ഇഷ്ടമായില്ല. നിവി അതുകൊണ്ട് തന്നെ പുറത്തേക്കിറങ്ങി. സ്റ്റെപ്പ് തീരാറായപ്പോൾ ധ്രുവ് വിളിച്ചു. നിവേദ്യ. അവൾ തിരിഞ്ഞു നോക്കി. നിവേദ്യ, എൻ്റെ ഫോൺ ഹാളിലാണ്, ഇങ്ങ് കൊണ്ടുവാ. നിവേദ്യ അപ്പോഴേ ഫോൺ എടുക്കാൻ പോയി. ഫോൺ സോഫീൻ്റെ പില്ല അടുത്താണ് ഇരുന്നത്. അതുകൊണ്ട് വേഗം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അവൾ അവിടേക്ക് നോക്കി. അവസാനം കണ്ടുപിടിച്ചു. അതും എടുത്തുകൊണ്ട് അവളൊരു ഓട്ടമായിരുന്നു ധ്രുവിൻ്റെ അടുത്തേക്ക്. വാതിലെത്തിയപ്പോൾ കണ്ടത് മാളു ധ്രുവിൻ്റെ തോളിൽ കൈയിട്ട് കട്ടിലിരുന്ന് വർത്താനം പറയുന്നതാണ്. നിവിക്ക് തീരെ പിടിച്ചില്ല. പക്ഷെ പുറമേ കാണിക്കാതെ നിവിയെ ധ്രുവിൻ്റെ നേരെ ഫോൺ നീട്ടി. ധ്രുവ് അത് വേടിച്ചു. പക്ഷേ അവളുടെ മുഖം വീർത്തിരിക്കുന്ന ധ്രുവ് ശ്രദ്ധിച്ചിരുന്നു. അയ്യോ നിവേദ്യ, താൻ ഇങ്ങോട്ട് വരുമായിരുന്നു. ഞാൻ അറിഞ്ഞെങ്കിൽ എനിക്കൊരു ഗ്ലാസ് ജ്യൂസ് കുടിക്കാൻ കൂടി കൊണ്ടുവരാൻ പറഞ്ഞേനെ. അതിനെന്താ, ഞാനിപ്പോൾ കൊണ്ടുവരാൻ ചേച്ചി. നിവി പോകാൻ തിരിഞ്ഞതും ധ്രുവ് അവളുടെ കയ്യിൽ പിടിച്ചു. നിവി ഞെട്ടി നോക്കി. ധ്രുവ് ഒരു കൂസലുമില്ലാതെ അവൾ അവൻ്റെ അടുത്തേക്ക് വലിച്ചു പിടിച്ചിരുത്തി. അവളാകെ അന്താളിച്ചിരുന്നു. അവൻ അവളെ പതുക്കെ അവളുടെ മുഖത്ത് കിടന്ന മുടികൾ അവൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് ഒതുക്കി. നിവി അറിയാതെ കണ്ണുകൾ അടച്ചിരുന്നു. അതിൽ ലയിച്ചെന്ന പോലെ കൈകൾ അവൻ പിൻവലിച്ചതും അവൾ കണ്ണുകൾ തുറന്നു. ധ്രുവ് മാളുവിനൊന്ന് ഇരുത്തി നോക്കി. മാളു, നീ ഇത്രയും വലുതല്ലേ? ഒരു ഭാര്യയും ഭർത്താവ് ഇരിക്കുമ്പോൾ, അതും അവിടെ റൂമിൽ ഇത്രയും അടുത്തിരിക്കുമ്പോൾ തനിക്ക് എണീറ്റ് പോകാനുള്ള മര്യാദ പോലും ഇല്ലേ? മാളു ആകെ ഒന്ന് വിളറി. അവൾ പതുക്കെ പോകാൻ എഴുന്നേറ്റു. ആൻഡ് വൺ തിങ്, ഇതെൻ്റെ ഭാര്യയാണ്, നോട്ടഡ് സർവൻറ്റ്. പിന്നെ നിനക്ക് വല്ലതും വേണമെങ്കിൽ അടുക്കള പോയി എടുക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം നിനക്ക് ഞങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ വീട്ടിൽ അടുക്കളയിൽ കയറാനുള്ള സ്വാതന്ത്ര്യം തന്നെന്ന് കരുതി ഞങ്ങളുടെ ബെഡ്റൂമിൽ കയറി കിടക്കാനുള്ള അനുവാദമില്ല. മനസ്സിലായോ? അവൻ കുറച്ച് കടുപ്പിച്ച് ചോദിച്ചു. മാളു ആകെ വിളറി. അവൾ വേഗം മുന്നോട്ടേക്ക് നടന്നു. ധ്രുവ് നിവിയെ തുറിച്ച് നോക്കി. നിവി തല കുനിച്ചു. നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ നിവേദ്യ? എന്താ അത്? അത് പിന്നെ എനിക്ക് ഡോക്ടർ ആകണ്ട. പിന്നെ എനിക്ക് LLB ആണ് ഇഷ്ടം. അതാ നേരത്തെ പറയാഞ്ഞ്. നിവി തല കുനിച്ചിരുന്നു. ഓക്കെ ഫൈൻ,
നാളെ തൊട്ട് പോകാം, പഠിക്കാം. എനിക്കിഷ്ടമല്ല ഡോക്ടർ, എനിക്ക് പേടിയാ. ബട്ട് എനിക്കിഷ്ടാ. നിവ്യ അവനെ മൂങ്കുറിപ്പിച്ച് നോക്കി. അവനൊന്നും മൈൻഡ് ചെയ്യാതെ എഴുന്നേറ്റു.